പ്രചരണം അവസാനിക്കാൻ മുഴുവനായി ഒരു ദിവസം പോലും ബാക്കിയില്ലാതെ നിൽക്കെ കടുത്ത ആരോപണ പ്രത്യാരോപണങ്ങൾ, ചെറിയ ബോംബുകൾ, അത് പൊട്ടിയോ ചീച്ചയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനവിധിയിലേ അറിയുള്ളൂ. ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം, അനിൽ ആന്റണിയുടെ മറുപടി, ശോഭാ സുരേന്ദ്രന് പണം കൊടുത്തതിന്റെ തെളിവ്. ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണമാണ്. ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം വാങ്ങിച്ചതിന്റെ രേഖ കാണിക്കുന്നു. അനിൽ ആന്റണി മറ്റൊരാളുമായി നിൽക്കുന്ന ഫോട്ടോ ദല്ലാൽ നന്ദകുമാർ പുറത്തുവിടുന്നു. അതിന് രൂക്ഷമായ ഭാഷയിൽ അനിൽ ആന്റണി മറുപടി കൊടുക്കുന്നു. അങ്ങനെ കലങ്ങി മറിയുന്നുണ്ട് അവസാന ദിവസം. ഒപ്പം PV അൻവറിന്റെ പ്രസംഗം വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാകുന്നു. ഇങ്ങനെ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ബോംബുകൾ വന്ന് വീഴുന്നുണ്ട്, പൊട്ടുന്നുണ്ട്. അത് റിയൽ ബോംബിലേക്ക് കണ്ണൂർ. ബോംബ് രാഷ്ട്രീയം ഏറെക്കാലം ചർച്ച ചെയ്യപ്പെട്ട കണ്ണൂരിന്റെ മണ്ണിൽ ഇക്കുറി എന്താണ് സംഭവിക്കുന്നത്? ആരായിരിക്കും അവിടെ വിജയിക്കുക? കെ സുധാകരനെ മലർത്തിയടിക്കാൻ CPM-ന് കഴിയുമോ എന്നതാണ് പ്രസക്തമാകുന്ന ചോദ്യം. കണ്ണൂരിലെ സ്ഥാനാർത്ഥികൾ കെ സുധാകരൻ, MV ജയരാജൻ, C രഘുനാഥ് എന്നിവർ വളരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ. നമ്മുടെ ഒപ്പീനിയൻ പോളിൽ 2 തവണയും LDF-നാണ് മേൽക്കൈ പ്രവചിച്ചത്. പക്ഷെ അത് വളരെ നേരിയ മേൽക്കൈയാണ്, ഒരു വേഫർ തിൻ മാർജിൻ മാത്രമാണ്. അതുകൊണ്ട് അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന് കണ്ണൂരിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. LDF-നും UDF-നും ഇത് അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ മത്സരിച്ച C രഘുനാഥ് ആണ് ഇത്തവണ BJP-യുടെ സ്ഥാനാർത്ഥി എന്ന പ്രത്യേകതയുമുണ്ട്. ഇങ്ങനെ വളരെ വാശി കണ്ണൂരിന്റെ ഓരോ മണൽത്തരിയിലും രാഷ്ട്രീയമുണ്ടെന്നാണ് പറയുക. ആ വാശിയേറിയ പോരാട്ടം കണ്ണൂരിന്റെ ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നു. മാത്രമല്ല, പോരാട്ടത്തിന്റെ വാശി എത്രത്തോളം ഉണ്ട് എന്ന് സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്രത്തോളം വാശിയേറിയ പോരാട്ടം. തോറ്റുകൊടുക്കാൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് മാറാൻ തയ്യാറല്ലാത്ത കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ കെ സുധാകരനാണോ അതോ ജയരാജനാണോ? ഫെലിക്സുമുണ്ട്, CK വിജയനുമുണ്ട്. രണ്ടുപേരും കണ്ണൂരിലെ വോട്ടർമാരാണ്. രണ്ടുപേരും കണ്ണൂരിന്റെ രാഷ്ട്രീയം ഒരുപാട് റിപ്പോർട്ട് ചെയ്തവരുമാണ്. നമുക്ക് CK വിജയനിൽ നിന്ന് തുടങ്ങാം. വിജയൻ, കണ്ണൂര് നമുക്കറിയാം CPM-ന്റെ വലിയ കോട്ടയാകുമ്പോഴും ലോക്സഭയിലേക്ക് പഴയ കണ്ണൂർ തുടർച്ചയായി മുല്ലപ്പള്ളി രാമേന്ദ്രനെ, ഇടയ്ക്ക് 2 തവണ അബ്ദുള്ളക്കുട്ടി, പിന്നീട് കെ സുധാകരൻ, ഇടയ്ക്ക് 1 തവണ ശ്രീമതി എന്നതൊഴിച്ചാൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഒരു മണ്ഡലമായിട്ടാണ് കണ്ണൂർ പൊതുവെ എണ്ണപ്പെടുന്നത്. ഇത്തവണ കെ സുധാകരനെ തോൽപ്പിക്കാൻ MV ജയരാജന് കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ? എന്താണ് തോന്നുന്നത്? സത്യത്തിൽ MP എന്ന നിലയിൽ കെ സുധാകരനെതിരെ വലിയ വികാരം ഈ മണ്ഡലത്തിൽ എങ്ങുമുണ്ട്. ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ MP ആയി അല്ലെങ്കിൽ കെ സുധാകരനെ വിലയിരുത്തുമ്പോൾ അതിൽ പാർട്ടി പ്രവർത്തകർക്കോ മുന്നണി പ്രവർത്തകർക്കോ പോലും വലിയ തൃപ്തിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും കെ സുധാകരൻ എന്ന് പറയുന്നത് കണ്ണൂരുകാർക്ക് വലിയ ആവേശമാണ്. അദ്ദേഹം പ്രചരണത്തിനും മറ്റും ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം, ആൾക്കാർ വന്ന് അദ്ദേഹത്തെ തോളിലേറ്റി അടക്കം കൊണ്ടുപോകുന്ന കാഴ്ചകൾ കാണാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വീറും വാശിയും അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൻ്റെ കരുത്ത്, അങ്ങനെ ആ അണികളെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് യൂത്തിനെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി കണ്ണൂരിൽ ഇതിനായ മറ്റൊരു നേതാവും കോൺഗ്രസിലില്ല. എത്രമാത്രം ആരോപണങ്ങൾ വന്നാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, പിണറായി വിജയൻ എന്ന് കേൾക്കുമ്പോൾ പോലും കെ സുധാകരന് ആവേശമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരെ പറയാൻ വേണ്ടി 100,000 വാക്കുകൾ അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ടാകും. പക്ഷേ അതാണ് ഒരു ഭാഗത്തെങ്കിൽ MV ജയരാജൻ്റെ സാന്നിധ്യം അതുപോലെ തന്നെ ശക്തമാണ്. നമുക്കറിയാം, കേരളത്തിൽ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സംഘടിതമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ആ CPM-ൻ്റെ സംഘടനാശേഷി ഇത്രമാത്രം ശക്തമായ മറ്റൊരു ജില്ലയില്ല, മറ്റൊരു പ്രദേശമില്ല, മറ്റൊരു നാടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ മുഴുവൻ അണികളും മുഴുവൻ മെഷീനറിയും MV ജയരാജന് വേണ്ടി ചലിക്കും. പാർട്ടിക്കകത്ത് നിന്ന് ഒരു വോട്ട് പോലും ചോരാതെ എല്ലാ വോട്ടുകളും MV ജയരാജന് നേർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പോൾ ചെയ്യും. അതുകൊണ്ട് സംഘടനാപരമായുള്ള കരുത്തും രാഷ്ട്രീയമായുള്ള പോരാട്ടവും നടക്കുന്ന മണ്ഡലമായി കണ്ണൂർ മാറും.